ഹലോ ഗായ്സ്, അസ്സലാമലൈക്കും. നമസ്കാരം. എല്ലാവർക്കും സബാസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് വൈകുന്നേരത്തെ സ്നാക്കായും ഡിന്നറായും ഒക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ്. ആട്ടപ്പൊടിയും ചിക്കനും ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ ഒരു റെസിപ്പി നല്ല ടേസ്റ്റാണ്, അതുപോലെ ഉണ്ടാക്കാനും നല്ല ഈസിയാണ്. നിങ്ങൾക്കൊരു ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇത് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവരെ മുമ്പിൽ നിങ്ങൾക്കൊരു സ്റ്റാർ ആവാനും കൂടെ പറ്റും. അത്രയും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇതിന്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതിനുശേഷം തൊട്ടടുത്ത് കാണുന്ന ആ ഒരു കുഞ്ഞു ബെല്ലൈക്കണും കൂടെ മറക്കാതെ ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ നമുക്കിതിന് വേണ്ടിയിട്ടുള്ള മാവൊന്ന് കുഴച്ച് പൊങ്ങാനായിട്ട് വെക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 കപ്പ് ആട്ടപ്പൊടി ഇട്ട് കൊടുക്കാം. ആട്ടപ്പൊടി വെച്ചിട്ടോ മൈദപ്പൊടി വെച്ചിട്ടോ നമുക്കിത് ചെയ്യാവുന്നതാണ്. ഞാൻ ആട്ടപ്പൊടി വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് ഇതിൻ്റെ നടുവിലായിട്ട് ഇതുപോലൊരു കുയ്യാക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു മുട്ട പൊട്ടിച്ച് വയ്ക്കാം, പിന്നെ 2 ടേബിൾ സ്പൂൺ ഓയില്. അങ്ങനെ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഇതുപോലത്തെ ഒരു ഗ്ലാസ് ഇളം ചൂടിലെ പാലാണ്. ഇളം ചൂടിലെ പാല് തന്നെ എടുക്കുക, ചൂട് കൂടി പോകരുത്. അതും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് നോക്കിയിട്ട് വീണ്ടും പാലോ അല്ലെങ്കിൽ ചെറു ചൂടിലെ വെള്ളമോ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളമോ പാലോ ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റ് ഡോ ആക്കി എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതിൽ പാലിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഞാനിനി ഇളം ചൂടിലെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ചപ്പാത്തിൻ്റെ മാവിനേക്കാളും കുറച്ച് ലൂസായിട്ടുള്ള മാവാണ് വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ ഇതുപോലെ ഒന്ന് കുഴച്ചിട്ടുണ്ട്. ഈ ഒരു രീതിയിലാവുമ്പോൾ ഇതിലേക്ക് വീണ്ടും 1 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കുക. ഇങ്ങനെ ഈ ഒരു സമയത്ത് ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുള്ള ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ നല്ല ഇതായിട്ട് നമുക്ക് കുഴച്ചെടുക്കാനും പറ്റും. നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കി എടുക്കുക. ഒരു 2-3 മിനിറ്റോളം കുഴച്ചോളൂ. എന്നാലും നല്ല സോഫ്റ്റ് ഡോ ആക്കി കിട്ടും. അങ്ങനെ നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റ് ഡോ ആക്കി എടുത്തിട്ടുണ്ട്. ഇതാ ഈ ഒരു രീതിയിൽ നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടെന്ന്. ഇനി നമുക്കിത് ഇതുപോലൊരു പ്ലാസ്റ്റിക് റാപ്പ് കൊണ്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തതിന് ശേഷം പൊങ്ങി ഡബിൾ സൈസായി വരാനായിട്ട് മാറ്റി വെക്കാം. 1.5 മണിക്കൂറാവും ഇത് പൊങ്ങി കിട്ടാൻ. ഓരോ സ്ഥലത്തെ കാലാവസ്ഥക്ക് അനുസരിച്ചിട്ട് പൊങ്ങുന്നതിൽ വ്യത്യാസം ഉണ്ടാകും. തണുപ്പുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ ടൈം കൂടും. ചൂടൊക്കെ ഉള്ള സ്ഥലത്താണെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് തന്നെ ഇത് പൊങ്ങി കിട്ടും. അപ്പോൾ ഇതൊന്ന് പൊങ്ങാനായിട്ട് മാറ്റി വെക്കാം. മാവ് പൊങ്ങി വരുന്ന സമയം കൊണ്ട് നമുക്കതിലേക്ക് ചേർക്കാനുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിട്ട് കൊടുക്കാം. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അങ്ങനെ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട്. ഈ ഒരു രീതിയിലൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. രണ്ടും കൂടി ഒന്നിച്ച് പേസ്റ്റാക്കി എടുത്തതാണ്. പിന്നെ ഒരു 3 പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്തതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇഞ്ചിൻ്റെ വെളുത്തുള്ളിൻ്റെ ഒക്കെ ആ ഒരു പച്ച ടേസ്റ്റ് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ പെപ്പറിക്ക പൗഡറും ഇത് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും 1/4 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം.
അങ്ങനെ പൊടികളെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ക്യാപ്സിക്കം ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ക്യാപ്സിക്കം ഇട്ടാൽ ഒരുപാടങ്ങ് വഴറ്റണ്ട, ചെറുതായിട്ടൊന്ന് വഴറ്റിയാൽ മതി. അങ്ങനെ ക്യാപ്സിക്കവും കൂടെ ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ചിക്കനാണ്. അപ്പം 350 ഗ്രാം ബോൺലെസ് ചിക്കൻ ഉപ്പും മഞ്ഞളും കുരുമുളകിൻ്റെ പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് വേവിച്ചതിന് ശേഷം മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തതാണ്. അത് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ സോയാ സോസും 1 ടേബിൾ സ്പൂൺ ചില്ലി സോസും ആണ്. അപ്പോൾ അത് രണ്ടും ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. ഉപ്പൊക്കെ കറക്റ്റാണ്. ചിക്കൻ വേവിക്കുമ്പോഴും ഉപ്പിട്ടിട്ടുണ്ടേനു, പിന്നെ സവാള വഴറ്റുമ്പോഴും ഉപ്പിട്ടിട്ടുണ്ട്, പിന്നെ സോയാ സോസിലും കുറച്ച് ഉപ്പുണ്ടല്ലോ, അതുകൊണ്ട് ഉപ്പെല്ലാം കറക്റ്റാണ്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടുപ്പ് ഓഫാക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുപ്പ് ഓഫാക്കിയതിന് ശേഷം ഇത് ചൂട് പോകാനായിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം. അങ്ങനെ ഫില്ലിങ് അത്യാവശ്യം നല്ലതുപോലെ ചൂടൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ചെറിയ ഉരുളകളാക്കി മാറ്റുകയാണ് വേണ്ടത്. അപ്പോൾ ഇതുപോലെ കുറച്ച് കുറച്ച് ഫില്ലിങ് എടുത്തിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കുക. ഫില്ലിങ് മുഴുവനും നമുക്കിതുപോലെ റെഡിയാക്കി എടുക്കാം. അങ്ങനെ ഫില്ലിങ് മുഴുവനും ഇതുപോലെ ഉരുളകളാക്കി മാറ്റിയിട്ടുണ്ട്. 27 ഉരുളകളാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഇനി ഇതൊന്ന് മാറ്റി വെച്ചിട്ട് നമ്മളെ മാവ് എന്തായി നോക്കാം. മാവെല്ലാം നല്ലതുപോലെ പൊങ്ങി ഇതുപോലെ ഡബിൾ സൈസായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ പ്ലാസ്റ്റിക് റാപ്പ് ഒന്ന് മാറ്റിയതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ച് കുറച്ചായിട്ട് മാവ് എടുത്തിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കി മാറ്റാം. ഒന്ന് കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കുഴക്കാതെ തന്നെ ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് മാവ് എടുത്തിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കി മാറ്റുക. നമ്മൾ ചപ്പാത്തിക്കൊക്കെ ഉരുട്ടിയെടുക്കുന്നില്ല, ആ ഒരു രീതിയിൽ ഉരുളകളാക്കി ഇതുപോലൊരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കുക. നമുക്കിപ്പോൾ ഫില്ലിങ് 27 ഉരുളകളാണല്ലോ കിട്ടിയത്. അപ്പോൾ ഈ ഒരു ഡോ 27 ഉരുളകളാക്കിയിട്ട് മാറ്റുക. അതിനനുസരിച്ചിട്ട് കുറച്ച് കുറച്ചായിട്ട് മാവ് എടുത്താൽ മതി. അങ്ങനെ മുഴുവനും ഇതുപോലെ റെഡിയാക്കുക. അങ്ങനെ ഡോ മുഴുവനും ഇതുപോലെ ഉരുളകളാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ഓരോന്നും എടുത്തിട്ട് നമുക്ക് കയ്യിൽ അല്പം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം ഉരുട്ടി വെച്ചത് ആദ്യം എടുക്കുക കേട്ടോ. എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക. ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പരത്തിയിട്ടാകുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ച ഫില്ലിംഗ് ഉണ്ടല്ലോ, ഉരുളകളാക്കി വെച്ച, അതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് ഇതിലേക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ആക്കിയിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കുക. എന്നിട്ട് ഞാൻ ഇതുപോലൊരു പിസ്സ പാനാണ് എടുത്തിട്ടുള്ളത്. പിസ്സ പാൻ തന്നെ എടുക്കണമെന്നൊന്നുമില്ല, ഏതെങ്കിലും നമുക്ക് ഓവനിൽ വെക്കാൻ കണക്കായിട്ടുള്ളൊരു പാൻ എടുക്കുക. പിസ്സ പാനിൽ ഓട്ട ഉള്ളത് കൊണ്ട് ഞാൻ ഇതുപോലൊരു ബട്ടർ പേപ്പർ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമ്മൾ റെഡിയാക്കിയത് ഇതുപോലെ വെച്ച് കൊടുക്കാം. അങ്ങനെ എല്ലാം നമുക്കിതുപോലെ റെഡിയാക്കിയിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഞാനിത് ഓവനിലാണ് കേട്ടോ ബേക്ക് ചെയ്യുന്നത്. ഒന്നിക്കിൽ ഓവനിൽ അല്ലെങ്കിൽ നമുക്ക് സ്റ്റൗ ടോപ്പിലും ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്നില്ലേ, അതുപോലെ റെഡിയാക്കി എടുത്താൽ മതി. അങ്ങനെ എല്ലാം ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു നനഞ്ഞ തുണി കൊണ്ട് ഒരു 10 മിനിറ്റ് ഒന്ന് കവർ ചെയ്ത് വെക്കാം. അപ്പോഴത്തേക്ക് ഇത് ചെറുതായിട്ടൊന്ന് പൊങ്ങി വരും. നമ്മളിത് കവർ ചെയ്ത് വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് മുട്ട ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് വയ്ക്കാം.
എന്നിട്ട് നന്നായിട്ട് സ്പൂൺ കൊണ്ട് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മൾ റെഡിയാക്കി വെച്ച അതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്തു, എല്ലാത്തിൻ്റെ മുകളിലും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ എല്ലാത്തിൻ്റെ മുകളിലും ഇതുപോലെ മുട്ട ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. 200 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റാക്കിയ ഓവനിലേക്ക് 200 ഡിഗ്രിയിൽ തന്നെ ഒരു 20-25 മിനിറ്റോളം വെച്ച് കൊടുക്കുക. അപ്പോഴത്തേക്ക് ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ നന്നായിട്ട് കളറൊക്കെ മാറി റെഡിയായി കിട്ടും. അപ്പോൾ അത് അവിടുന്ന് റെഡിയായിട്ട് ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സോസ് റെഡിയാക്കാനുണ്ട്. അതൊന്ന് റെഡിയാക്കാം. അപ്പോൾ ഇതുപോലെ ഒരു ബൗളിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മയോണൈസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് 2 ടേബിൾ സ്പൂൺ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ്, 1/4 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തിട്ട് എന്തെങ്കിലും കുറവുണ്ടോ നോക്കിയിട്ട് വീണ്ടും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ കുറച്ചും കൂടെ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഈ ഒരു ഇത് ഓവനിൽ തന്നെ ബേക്ക് ചെയ്യണമെന്നൊന്നുമില്ല. ഓവൻ ഇല്ലെങ്കിൽ സ്റ്റൗ ടോപ്പിലും ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്നത് പോലെ പാത്രം ഒന്ന് ചൂടായതിന് ശേഷം അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് അതിലേക്ക് ഇതുപോലെ വെച്ചിട്ട് ബേക്ക് ചെയ്യാവുന്നത്. അങ്ങനെ നമ്മുടെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. അപ്പോഴത്തേക്ക് നമ്മൾ ബേക്ക് ചെയ്യാൻ വെച്ചതും റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ മുകൾ ഭാഗമൊക്കെ നന്നായിട്ട് കളറൊക്കെ മാറിയിട്ടാകുമ്പോൾ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ 25 മിനിറ്റാണ് ഇതുപോലെ ആവാനായിട്ട് ടൈം എടുത്തത്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ റെഡിയാക്കിയ ആ ഒരു സോസ് ഉണ്ടല്ലോ അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ചൂടിൽ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, കുഴപ്പമൊന്നുമില്ല. ചൂടോടെ തന്നെ അതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യുക. അങ്ങനെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് മുസറല്ല ചീസ് ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിലിപ്പോൾ ചീസ് ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചീസ് കഴിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു രീതിയിൽ സോസ് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ചൂടോടെ തന്നെ കഴിക്കാവുന്നതാണ്. ഞാൻ ചീസൊക്കെ ഇട്ടിട്ടാണ് റെഡിയാക്കുന്നത്. ചീസും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ലതുപോലെ തന്നെ ചീസ് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇതുപോലെ ചീസ് ഇട്ടിട്ടാകുമ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും കുറച്ച് ഒറിഗാനോയും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം ഇട്ടതിന് ശേഷം വീണ്ടും നമുക്ക് ഒരു 5-6 മിനിറ്റോളം ഓവനിൽ വീണ്ടും ഒന്ന് വെച്ച് കൊടുക്കാം. ഈ ഒരു ചീസ് ഒന്ന് മെൽറ്റാകുന്നത് വരെ വെച്ചാൽ മതി. ബാക്കിയെല്ലാം റെഡി ആയിനല്ലോ. ചീസ് ഒന്ന് മെൽറ്റായാൽ മാത്രം മതി. അതുവരെ ഒന്ന് വെച്ച് കൊടുക്കുക. അങ്ങനെ ചീസൊക്കെ മെൽറ്റായതിന് ശേഷം ഓവനിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റാകുമ്പോൾ പുറത്തേക്ക് എടുക്കുക. ഇനി നമുക്കിത് ചൂടോടെ തന്നെ സെർവ് ചെയ്ത് കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണ്. അതുപോലെ നിങ്ങൾക്ക് ഗസ്റ്റൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അവരുടെ മുമ്പിൽ ഒരു സ്റ്റാറായി മാറും. അത്രയും നല്ലൊരു ടേസ്റ്റാണ് ഇത്. കുട്ടികളൊക്കെ നല്ലോണം കഴിക്കും. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചൂടോടെ തന്നെ സെർവ് ചെയ്തിട്ട് നമുക്ക് ചായൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഡിന്നറിനോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണിത്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക്